ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. വിരുന്ന് പോകുന്നതല്ല, ഞങ്ങളുടെ വീട്, അതായത് ഹസ്ബൻഡിൻ്റെ വീട് നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കിയതുകൊണ്ട് അവിടെ കാർ പോർച്ച് ഇല്ല. അതുപോലെ തന്നെ ഇറങ്ങുന്ന സമയത്ത് എന്താ പറയുക, നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ഒരു ഹമ്പുണ്ട്. ഞങ്ങളെ വണ്ടിയാണെങ്കിൽ പോർഷ്യൻ്റെ ഒക്കെ പോലുള്ള വണ്ടിയും കൊണ്ട് അടി തട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചാൻസ് അല്ല, അടി തട്ടും. അതുകൊണ്ട് അവിടെ ഇറക്കാറില്ല. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലാണ് വണ്ടി കൊണ്ടിടാറ്. അപ്പോൾ അത് കൊണ്ടിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഏതായാലും പുക ടെസ്റ്റ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് കൊണ്ടിടാൻ വിചാരിച്ചിട്ട് അവിടെ പുക പരിശോധിക്കാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനവിടെ പോസ്റ്റ് ആയപ്പോൾ ഈ കാറിൽ ഓരോന്ന് തിരഞ്ഞുകൊണ്ടിരുന്നപ്പം ഈ ഒരു ഡാഷ്ബോർഡിൽ വെക്കുന്ന സാധനമില്ല, അതിലൊഴിക്കണ ലിക്വിഡ് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ കാറിലുള്ള നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ, ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട്. അപ്പോൾ അതിലൊഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതേമെല്ലാം പണിയെടുക്കാനാണ് കേട്ടോ. അങ്ങനെ എന്താ ശരിക്കും ഈ സാധനം ഇങ്ങനെയല്ല വെക്കേണ്ടത്, തിരിച്ചാണ് വെക്കേണ്ടത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ത്വരയാണ്. അപ്പോൾ നമ്മളോട് അഭിപ്രായം ചോദിക്കാതെ പെട്ടെന്നാണ് പോയിട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ അത് പാളി കഴിയുമ്പോൾ പുള്ളി മിണ്ടാതിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല വെക്കേണ്ടത്, തിരിച്ചാണ് വെക്കേണ്ടത്. പിന്നെ രണ്ട് പേർക്ക് ദോഷമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല. അങ്ങനെ ഞങ്ങൾ പുകയൊക്കെ പരിശോധിച്ച് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കലേക്ക് എത്തിയപ്പോഴേ എനിക്ക് ഭയങ്കര ദാഹവും വിശപ്പൊക്കെ കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങാടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളതാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ നമ്മുടെ ഇടയ്ക്കലുള്ള മിൽക്കാവുമല്ലേ, അവൽ മിൽക്കിൻ്റെ ഷോപ്പ്, അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ 16+ വെറൈറ്റീസ് അവൽ മിൽക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു അവൽ മിൽക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ആലോചിച്ചത് കുട്ടികൾക്ക് സ്വീറ്റ്സ് ഒന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് വണ്ടി സൈഡാക്കിയപ്പോൾ ഇതാ കിടക്കണു നമ്മുടെ CM-നെ പൂക്കിയാക്കിയിട്ടുള്ള ആളുടെ ഫ്ലെക്സ്. ഈ ഏരിയയിലാണ് തോന്നുന്നു പുള്ളിക്കാരൻ്റെ വീട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പം എന്തിനൊക്കെ ഫ്ലെക്സ് വെക്കുന്നത്. ജയിച്ച ഫ്ലെക്സ്, തോറ്റ ഫ്ലെക്സ്, കല്യാണം കഴിച്ച ഫ്ലെക്സ്, കല്യാണം ഡിവോഴ്സ് ആയ ഫ്ലെക്സ്. ഇപ്പോൾ ഇതുമായി ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.